കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി ഈ ജനത്തെ ഇപ്പോൾ വലയം ചെയ്യട്ടെ. ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നൽകുന്ന അധികാരത്താൽ ഓരോരുത്തരും ശക്തരായി തീരട്ടെ, ധീരരാകട്ടെ, കരുത്തരാകട്ടെ, അഗ്നിയാൽ ഉറകൂട്ടപ്പെടട്ടെ, അഗ്നിയിൽ ശക്തരാകട്ടെ, അഗ്നിയാൽ വിശുദ്ധരായി തീരട്ടെ. കർത്താവേ, കഴിഞ്ഞ കാലത്തിൻ്റെ കുറവുകൾ മറന്നു കളഞ്ഞ്, കഴിഞ്ഞ കാലത്തെ അവിശ്വസ്തതകൾ അവഗണിച്ചു കളഞ്ഞ് ഇരട്ടി ശക്തി കൊടുക്കണമേ, ഇരട്ടി ശക്തി പകരണമേ, ഇരട്ടി കരുത്ത് കൊടുക്കണമേ, ഇരട്ടി തീഷ്ണത കൊടുക്കണമേ. ഉണർവും ഉന്മേഷവും ജീവനും കൊടുത്ത് തങ്ങളൊരു അഗ്നിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ജ്വലിക്കുന്ന തീപ്പന്തമായി മാറട്ടെ. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും വചനത്തിൽ ഒരു ജ്വലിക്കുന്ന തീപ്പന്തമായി തീരട്ടെ. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഒരു നിശ്ചിത സമയം നിങ്ങൾക്കുണ്ടാകണം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ ലോകത്തിൽ ആർക്കും അവകാശമില്ലാത്ത, ഈ ലോകത്തിലെ മറ്റാർക്കു വേണ്ടിയും മാറ്റിവെക്കേണ്ടാത്ത ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഉണ്ടാകണം. അതെല്ലാ ദിവസവും ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും കൃത്യസമയത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, നിങ്ങൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന ആ പ്രാർത്ഥന നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്, മറിച്ച് നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ ഇരിക്കാൻ. കർത്താവ് യേശു ക്രിസ്തുവിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന ഈ വിളി ലോകത്തിന് ഗ്രഹിക്കുവാൻ പറ്റിയിട്ടില്ലാത്ത, ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ടല്ലാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനോ ക്രിസ്തുവിൻ്റെ മനസ്സറിയുവാനോ ഇന്നത്തെ ഈ ലോകത്തിന് അത് പ്രാപിക്കാൻ പറ്റാത്ത വിദൂരതയിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ക്രിസ്തുവിൻ്റെതാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞുപോയ നാളുകളിൽ വചനവുമായി പരിശുദ്ധാത്മാവുമായി ദൈവവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എപ്രകാരമായിരുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഴവും അഭേദ്യവുമായ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തികൾക്കും ഒന്നിനും എതിരെ വരാൻ, ഒന്നിനും ഈശോയ്ക്കും നിനക്കും ഇടയിലേക്ക് കടന്നു വരാൻ സാധ്യമല്ലാത്തവണ്ണം ഒരു വലിയ ആത്മബന്ധത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉരുവാക്കിയെടുക്കണം. നമ്മളെല്ലാം ഇപ്പോഴും എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പിതാവായ ദൈവത്തോട് പറയും, ദൈവമേ, എനിക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. നമുക്കെല്ലാ പ്രാർത്ഥനകളും സമാധാനത്തിൻ്റെതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു, അതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്താണ്? ഉത്തരം പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് നിനക്കൊരു ദൈവ അനുഭവം ഉണ്ടായി, ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായി. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്താണ്? എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറയും, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം, ഒരു അനുഭവം നമ്മൾക്കുണ്ടായാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ദാഹം ഉണ്ടാകും. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ദൈവത്തോടു കൂടി ഇരിക്കണം. പ്രാർത്ഥിക്കുവാനുള്ള വിളിയിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് അപ്രകാരം ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരേ ഒരു കാര്യം അതെന്താണ്? എനിക്ക് ദാഹമാണ്. അതിൻ്റെ അളവ് ഏറിയും കുറഞ്ഞു വിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തോന്നൽ എന്താണ്? എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയിലേക്ക് തിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഈ ലോക ജീവിതത്തിൽ
ഒരു മനുഷ്യന് ലഭിക്കാവുന്ന, ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശക്തിയാണ്, ഏറ്റവും വലിയ അധികാരമാണ്, ഏറ്റവും വലിയ അഭിഷേകമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്വീകരിക്കുന്ന വചനത്തെ മാംസം ധരിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവൃത്തികളെ സംഭവിപ്പിക്കുവാൻ ഒരൊറ്റ കാര്യം നമ്മളിൽ വേണം. എന്താണ്? ഹൃദയം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം പ്രാർത്ഥിക്കണം, ഹൃദയം പ്രാർത്ഥിക്കണം. നാവല്ല, ഹൃദയം. നമ്മുടെ ഹൃദയം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. പരിശുദ്ധാത്മാവിനെയും വചനത്തെയും മാംസം ധരിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ, നമ്മളിൽ നിന്ന് ഉയരുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നാളുകളിൽ നിങ്ങൾ അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നു. പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന അനുഭവത്തിലായിരിക്കുമ്പോൾ നിങ്ങളിൽ അടഞ്ഞു കിടന്ന അനേക വാതിലുകളെ തുറക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന മാറി മറിയണം. ഈശോയുടെ ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തെ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ എന്ന് പിതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് 3 പ്രധാനപ്പെട്ട തലങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ അടഞ്ഞു കിടക്കുന്ന വാതിലിനെ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് രീതികളുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഏറ്റവും കീ പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ തന്നെ കൊടുക്കുന്ന, സ്വയം ദാനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. സ്വയം ദാനം ചെയ്യുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സമ്പൂർണമായും ദൈവത്തിന് കൊടുക്കുന്നു. അതാണ് പ്രാർത്ഥന. പക്ഷെ നിങ്ങളിൽ പലരുടെയും പ്രാർത്ഥന, നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അപ്പൻ്റെ അമ്മയുടെയൊക്കെ കൈ പിടിച്ച് പോകുന്ന കാലത്ത് നമ്മൾ ഈ പുതിയ സാധനങ്ങൾ, വസ്തുക്കൾ, കടകൾ ഒക്കെ ആദ്യമായിട്ട് കാണുമ്പം പിള്ളേരെന്ത് ചെയ്യും? അപ്പ എനിക്ക് അത് വേണം, അമ്മ എനിക്ക് അത് വേണം. കാണുന്നതെല്ലാം ചൂണ്ടിക്കാണിച്ച് എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കത് വാങ്ങിച്ചു തരണം. ഇങ്ങനെ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആത്മീയ ജീവിതത്തിലും അനേകർ പരിശീലിക്കുന്ന പ്രാർത്ഥന അതാണ്. ദൈവമേ എനിക്ക് അത് ആവശ്യമുണ്ട്, ദൈവമേ എനിക്ക് ഇത് ആവശ്യമുണ്ട്, ദൈവമേ എൻ്റെ വീട്ടിൽ ഇത് ആവശ്യമുണ്ട്, ദൈവമേ എൻ്റെ മക്കൾക്ക് ഇത് ആവശ്യമുണ്ട്. ഇങ്ങനെ അനേക കാര്യങ്ങൾ, ദൈവമേ എനിക്ക് അത് വേണം, ഇത് വേണം എന്ന വസ്തുക്കൾക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു പ്രവൃത്തിയല്ല പ്രാർത്ഥന. മറിച്ച് നാം നമ്മെ തന്നെ, നമ്മുടെ ആത്മശരീരം, മനസ്സങ്ങളെ, നമ്മുടെ അസ്തിത്വത്തെ, നമ്മളെ പൂർണ്ണമായിട്ടും സ്വയം ദാനമായി നമ്മുടെ നാഥന് ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഏറ്റവും അധികമായി ദൈവത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നു, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക. അതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് 3 തലമാണ്. 1, ദൈവത്തെ അറിയുക. 2, ദൈവത്തെ കേൾക്കുക. 3, ദൈവത്തെ അനുസരിക്കുക. അതാണ് പ്രാർത്ഥന. ദൈവത്തെ അറിയുക, ദൈവത്തെ കേൾക്കുക, ദൈവത്തെ അനുസരിക്കുക. അതല്ലാതെ ദൈവമേ എനിക്ക് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെന്ന് വിളിച്ചാൽ നിങ്ങൾ ഒരു കാര്യം അറിയണം. സുഖലോലുപതയുടെ ഒരു വാഗ്ദാനമല്ല, മറിച്ച് നിത്യജീവന്റെ വാഗ്ദാനത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ട ദൈവത്തെ, നമ്മൾ ഇത്രയും വർഷം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇതിനു മുൻപും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ദൈവത്തോട് ഒരു ഭൗതിക ആവശ്യം പോലും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തോട്, ദൈവമേ എനിക്ക് ഭൗതികമായി ഇന്ന കാര്യം വേണം എന്ന് ചോദിക്കാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ദൈവത്താൽ പോറ്റപ്പെട്ട ഒരു ജീവിതം എനിക്കുണ്ട്. 1-2 വർഷത്തിൻ്റെ അല്ല. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം. പൗലോസ് പറയുകയാണ്, ഞങ്ങളാവട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ
മനസ്സറിയുന്നു. ദൈവത്തെ അറിഞ്ഞവരെല്ലാം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവരാണ്. അബ്രാഹാം ദൈവത്തെ കണ്ടുമുട്ടി. ദൈവത്തിൻ്റെ മനസ്സ് അബ്രാഹാം അറിഞ്ഞു. ദൈവം അവനോട് വാഗ്ദാനം ചെയ്തു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാൾ നിന്നെ ഞാൻ സമ്പന്നനാക്കും. മക്കളില്ലാതെ എന്ന അബ്രാഹത്തോട് ദൈവം പറയാണ്, നിന്റെ സന്തതികളിലൂടെ ഈ ലോകം മുഴുവനും അനുഗ്രഹീതരാകും. ദൈവം അബ്രാഹത്തെ കണ്ടുമുട്ടി. അബ്രാഹാം ദൈവത്തെയും കണ്ടുമുട്ടി. ദൈവത്തെ അബ്രാഹാം സ്വന്തമാക്കി. താൻ കണ്ടുമുട്ടിയ ദൈവത്തെ അബ്രാഹാം ജീവിതം കൊണ്ട് അനുസരിക്കുകയും ജീവിതം കൊണ്ട് ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ അറിയുകയും ദൈവത്തിന് വിധേയപ്പെട്ട 3 തലങ്ങളാണ്. 1 ദൈവത്തെ അറിയുക, 2 ദൈവത്തെ കേൾക്കുക, 3 ദൈവത്തെ അനുസരിക്കുക. അബ്രഹാത്തിൻ്റെ ജീവിതം അതായിരുന്നു. താൻ കണ്ടുമുട്ടിയ ദൈവത്തെ അവൻ അറിഞ്ഞു. ദൈവത്തിൻ്റെ മനസ്സ്. അബ്രഹാം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവനാണ്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ദാവീദിൽ ഉണ്ടായിരുന്നത്. എല്ലാത്തിനെയും ജയിക്കുവാനുള്ള രാജകീയ അഭിഷേകം. പക്ഷെ ദാവീദ് ദൈവത്തിൻ്റെ മനസ്സിന് ചെവി കൊടുത്തവനാണ്. താൻ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കെ ദൈവത്തിനൊരു ആലയം പണിയുവാൻ വേണ്ടി അവനെല്ലാം സമ്പാദിച്ച്, അതിന് സ്വത്തുണ്ടായിരിക്കെ, കഴിവുണ്ടായിരിക്കെ, യോഗ്യരായവരുണ്ടായിരിക്കെ ദാവീദ് നാഥാൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തിനൊരു ആലയം പണിയട്ടെ. ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ, ദൈവത്തെ കേൾക്കുവാൻ അവൻ തയ്യാറാവുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ തന്നെയും, ഈശോ ദൈവമായിരിക്കെ ഈശോയുടെ ജീവിതം മുഴുവൻ പരിശോധിക്കുമ്പോൾ പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന, എല്ലാ പ്രവൃത്തികളിലും പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുക, അതായത് ദൈവത്തിൻ്റെ വചനം അറിയുക, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് അവിടുത്തെ വചനം അറിഞ്ഞ് ഓരോ പ്രഭാതത്തിലും ദൈവത്തെ അറിയണം. എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? എങ്ങനെയാണ്? വചനത്തിലൂടെ, അനുഭവങ്ങളിലൂടെ. വചനത്തിലെ കേൾക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമായി നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം യഥാർത്ഥമായും ദൈവത്തെ അറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം, എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കുന്ന ഒരു ദൈവം, എൻ്റെ തകർച്ചകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം, ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തെ അറിയാം. അടുത്തതല്ല, ദൈവത്തിൻ്റെ ശക്തി. നമുക്കെല്ലാം ദൈവത്തെ അറിയാം. നമ്മളെല്ലാവരും ദൈവത്തെ അറിയുന്നു, വചനം അറിയുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അറിയുന്ന ദൈവത്തെ 10, 15, 20, 25, 30 വർഷം കൊണ്ട് എത്രയേറെ ആശ്രയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? എത്രയേറെ നിങ്ങൾക്ക് ആ ദൈവത്തിലൊരു ഉറപ്പുണ്ട്? നിങ്ങൾക്ക് എത്രമാത്രം ദൈവത്തിലൊരു ധൈര്യമുണ്ട്? നിങ്ങൾക്ക് എത്രമാത്രം ദൈവത്തിലെ സമാധാനമുണ്ട്? വചനം വാഗ്ദാനം ചെയ്യുന്ന ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. അപ്പോൾ വളരെയേറെ വർഷങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ 10 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെ എത്രയോ വലിയ ആന്തരിക സമാധാനം, ശക്തനായൊരു ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ, എന്തിനേറെ മരിച്ചവനെ ഉയിർപ്പിക്കുവാൻ പോലും കഴിയുന്നൊരു ദൈവത്തിൻ്റെ കൂടെ ദീർഘമായ 10 വർഷങ്ങൾ, എത്രയോ അധികമായി ആന്തരികമായിട്ടൊരു ശക്തി, ആന്തരികമായ സമാധാനം, എത്രയോ അധികമായിട്ടുള്ള ഒരു ആന്തരികമായൊരു ഉണർവ് നിനക്കുണ്ടായിരിക്കണം. ഉണ്ടായിരിക്കണമോ? 15, 20 വർഷങ്ങൾ. അപ്പോൾ ഈ ദൈവത്തെ അറിയാത്തത് കൊണ്ട് നമ്മൾ കേൾക്കുന്നു. പക്ഷെ പ്രാർത്ഥന, നമ്മൾ കേൾക്കുന്ന ഈ വചനങ്ങൾ, എല്ലാ വചനവും കേൾക്കുന്നു. ആ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ഒറ്റയ്ക്ക് ആരുടെ മുമ്പിൽ ചെല്ലണം? ആരുടെ മുമ്പിൽ ഇരിക്കണം? കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ഒറ്റയ്ക്ക്. അതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെയുള്ള നിങ്ങളുടെ വലിയ പരാജയമാണ് നിങ്ങൾക്ക് ഒരു നല്ല സാക്ഷ്യം. ഞാനെൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി, ഞാനൊരു സ്പിരിറ്റജീസിൽ വന്ന് ഇത്ര വർഷമായി, ഞാൻ ഒരിക്കലും ഈ ഭൂമിയിൽ കാണേണ്ട ഒരു വ്യക്തി പോലും ആയിരുന്നില്ല. എത്രയോ അത്ഭുതങ്ങളുടെ, എത്രയോ അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമാണ് എൻ്റെത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഈ ആത്മീയ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ്. എൻ്റെ ദൈവം ഞാൻ ചോദിച്ചതിലും കൂടുതൽ എന്നെ അനുഗ്രഹിച്ചു. കർത്താവ് എപ്പോൾ വിളിച്ചാലും ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിശ്ചയം പൂർത്തിയാക്കി എന്ന് പറയാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം എന്നെ ശക്തിപ്പെടുത്തുന്നു എന്ന്. ഇതാണ് നമ്മുടെ ജീവിതം.
ഇതാണ് നമ്മുടെ വിളി. അതല്ലാതെ എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, എല്ലായ്പ്പോഴും നമ്മൾ ശക്തിപ്പെട്ട്, ലോകത്തിൽ ചെന്ന് ഇല്ലാത്ത ഒരു അജ്ഞാത ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട്, വീണ്ടും ദുർബലരായി, വീണ്ടും ഹൃദയം ഭാരമെടുത്ത്, വീണ്ടും ഹൃദയം ആകുലപ്പെട്ട്, വീണ്ടും വിശ്വാസം നഷ്ടപ്പെട്ട്, വീണ്ടും പ്രാർത്ഥന നഷ്ടപ്പെട്ട്, വീണ്ടും കുറച്ച് പാപങ്ങളിലൊക്കെ വീണ് അങ്ങനെ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നശിപ്പിച്ചു കളയുന്ന എല്ലാ ബന്ധങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവിടെ മുറിഞ്ഞു വീഴട്ടെ. ഇതെല്ലാം തകർന്നു വീഴട്ടെ. ക്രിസ്തുവിൽ ഒരു ആത്മീയ ഭവനമായി നിങ്ങൾ പടുത്തുയർത്തപ്പെടട്ടെ. ഒരു ആന്തരിക തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ശക്തിയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ അറിയുക, അതല്ലെങ്കിൽ ദൈവത്തെ പഠിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കുക എന്നൊറ്റ വാക്ക്. രണ്ടാണ് ദൈവത്തെ കേൾക്കുക. എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന്, നമ്മളെ തന്നെ ദൈവത്തിന് കൊടുത്ത്, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച്, ദൈവത്തെ ആരാധിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് നമ്മുടെ ഹൃദയം അത് ദൈവ മുമ്പിൽ പങ്കുവെച്ച് കഴിഞ്ഞ് നമ്മൾ ദൈവത്തെ കേൾക്കാൻ കാത്തിരിക്കണം. ദൈവത്തെ കേൾക്കണം. കർത്താവിൻ്റെ ശബ്ദം, ആത്മാവ് തരുന്ന നല്ല നിർദ്ദേശങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് പിൻചെല്ലാൻ പറ്റിയിട്ടുണ്ടോ? അതിന് മുമ്പാണ് ഞാൻ പറയും, നിങ്ങൾ പ്രാർത്ഥനയില്ലാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയം, നിങ്ങൾ ഉദാസീനതയോടുകൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയം ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഉണ്ടോ? ഏറി നിൽക്കുന്നത് ഏതാണ്? പ്രാർത്ഥനയാണോ ഉദാസീനതയാണോ? പക്ഷെ നമ്മളിൽ ഏറി നിൽക്കുന്ന എന്താണ്? എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കിനി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളെ ആയിരുന്നില്ല, ഞാൻ വളരെയേറെ അനുഗ്രഹീതനാകേണ്ട വ്യക്തിയാണ്. എന്നെ പറയും, ദൈവത്തിനെ അറിയുക, ദൈവത്തിൻ്റെ മനസ്സറിയുക, ഈശോയുടെ കൂടെ ഇരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരിക്കുക, ക്രിസ്തുവിനോടുകൂടെ. മനുഷ്യർക്ക് വേർപിരിക്കാൻ പറ്റാത്തൊരു ആന്തരികമായ ബന്ധം കർത്താവായ ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങൾക്ക് തുറന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ തലമാണ് പ്രാർത്ഥനയുടെ ദൈവത്തെ അനുസരിക്കുക. രണ്ട് രീതിയാണ്. ഒന്ന്, വചനം അനുസരിക്കണം. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, കോപിക്കരുത്. അതുപോലെ നിസ്സാരമെന്ന് കരുതി നമ്മൾ ഇപ്പോഴും കൊണ്ടെടുക്കുന്ന നിയമലംഘനം ഇരുതവായ്ത്തല വാൾ പോലെയാണ്. അത് മുറിവേൽപ്പിക്കുകയുള്ളൂ. ജീവനും നന്മയും നമ്മളിൽ ഒന്നും സമൃദ്ധി ഉണ്ടാവുകയില്ല. അപ്പോൾ നിയമം അനുസരിക്കണം. സ്നേഹമെന്ന നിയമത്തിലാണ് എല്ലാം പൂർത്തീകരിക്കുന്നതെന്നിരിക്കെ സ്നേഹത്തിൽ ഇനിയും നമ്മൾ എത്രയോ പടുത്തുയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. സ്നേഹം എല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം വറ്റിവരണ്ട് പോകുമ്പോൾ, സ്നേഹം വറ്റിവരണ്ട് പോകുമ്പോൾ നമ്മളറിയാതെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ഉദാസീനത, നിങ്ങളുടെ മന്ദോഷ്ണത, നിങ്ങളുടെ മടി, നിങ്ങളുടെ അലസത, നിങ്ങളിൽ കിടക്കുന്ന മറ്റു പലതും എത്രയോ അധികമായി ദൈവത്തോട് ചേർന്ന് നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ ലോകത്തെ തന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ച അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും എത്രയോ നല്ല നിമിഷങ്ങളെയാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ഉദാസീനതയിലൂടെ, പ്രാർത്ഥിക്കുവാൻ കാണിച്ച മടിയിലൂടെ നിങ്ങൾ എടുത്തു കളഞ്ഞത്. പ്രാർത്ഥന ജപമാല പൂർത്തീകരിക്കുന്നത് മാത്രമല്ല, ജപമാല വാസ്തവത്തിൽ ധ്യാനമാണ്, വചന ധ്യാനമാണ് ജപമാല. ഈശോയുടെ ജനനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉയിർപ്പ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉയിർപ്പിനെക്കുറിച്ചുമുള്ള ആന്തരികവും ആഴവുമായ ആത്മീയ ധ്യാനമാണ് ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ നമ്മൾ ഒരു ജപമാലയിൽ ഒരു ലോഡ് ആവശ്യങ്ങൾ കെട്ടി അത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് തോന്നും ഇന്ന് പറയാനുള്ള ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ദൈവത്തോട് നമ്മുടെ ശരിയായ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്ത് ഭൗതികമായ ഒരാവശ്യവും ദൈവത്തോട് ചോദിക്കരുത്. മറിച്ച് ആരെ ചോദിക്കണം? എന്തു ചോദിക്കണം? ദൈവത്തെ തന്നെ. ദൈവത്തോടൊന്ന് ചേരുവാൻ. കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വിളി നിത്യജീവിതത്തിലേക്കുള്ളൊരു വിളിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ അനുഗ്രഹങ്ങളും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന എവിടെയാണ്? വചനത്തിലാണ്. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ ചോദിച്ചു, നമ്മളിലേക്ക് വരുന്ന ഈ വചനം എവിടെയാണ് എന്ന്. ഞാൻ പറയും, ഇന്ന് നിങ്ങൾ വരണ്ടു വന്നതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാം, എനിക്കൊരു മടിയുമില്ല കേട്ടോ. കാരണം ആ ജീവന് വേണ്ടിയുള്ള, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള നമ്മുടെ അനിവാര്യത അതിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. പക്ഷെ ഞാൻ പറയും, ഇന്നിവിടെ ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഈ അടുത്ത മണിക്കൂറിൽ നമ്മളിലേക്ക് വന്നാൽ നമ്മളിൽ എത്രയോ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ആ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ആ വരൾച്ച അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയം ഉടക്കി കിടക്കുന്നത് ഭൗതിക ആവശ്യങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥന മൊത്തം കെട്ടപ്പെട്ട് കിടക്കുന്ന എവിടെയാണ്? ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളിയായിട്ട് മാറുകയാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് ഈ ലോകത്തിൽ സമാധാനമായിട്ട് ജീവിച്ചു തീർന്ന് പിന്നെ മരിച്ചു കഴിഞ്ഞുള്ള കാര്യം പിന്നെ ആലോചിക്കാം, അതല്ല വിളി. ദൈവം നമ്മളെ വിളിച്ചു. ഈ ലോകത്തിൽ അവിടുന്ന് ഒരു രാജ്യം, നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യം സ്ഥാപിച്ചു തന്നു. നമ്മൾ കർത്താവിലായി. എന്തുകൊണ്ട് നമുക്ക് കർത്താവിനൊരു സമയം കൊടുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയും, ദൈവത്തിനൊരു സമയം കൊടുത്താൽ മാത്രം മതി. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ഹൃദയം തുറന്നു കൊടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഞെരുക്കങ്ങൾ വേണ്ടി വരുന്നത്. എന്തിനാണ്? പ്രാർത്ഥിക്കേണ്ട നമുക്ക് ഞെരുക്കങ്ങൾ വരണം, അല്ലെ നമുക്ക് പ്രാർത്ഥനയില്ല. എന്തുകൊണ്ടാണ്? നിന്റെ ഹൃദയം പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ല. നിന്റെ ഹൃദയത്തിലേക്ക് അതിൻ്റെ രാജാവ് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എല്ലാ പ്രിയപ്പെട്ട മക്കളോടും കുഞ്ഞുങ്ങളോ അടക്കം ഇന്നലെ 2 കുഞ്ഞുങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചു. ജോബി സഹോദരൻ്റെ മക്കളാണ്, 2 ചെറിയ കുട്ടികൾ. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മാതാവിൻ്റെ ഭവനത്തിൽ, കൂടാരത്തിൽ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പാടി ആരാധിക്കുന്നു. ടോം ബ്രദറിൻ്റെ പാട്ട് പെട്ടെന്ന് അഭിഷേകത്തിലായി പിച്ചു മാറി. എൻ്റെ സിസ്റ്റം ഞാൻ ഓഫ് ചെയ്തു, ജോബി ബ്രദറും പാടിയില്ല. പക്ഷേ 2 ചെറിയ കുട്ടികളാണ്. അവർ അതേ ആരാധനയുടെ ആ ടോം ബ്രദർ ശബ്ദം ഉയർത്തി പാടി. ആ കുഞ്ഞുങ്ങൾ 2 പേര് ഒരു 10 പേരുടെ കൊയർ ഏത് ശബ്ദത്തിൽ പാടുമോ, ആ 2 ചെറിയ കുട്ടികൾ ആ രാഗം മാറ്റി 1 മിനിറ്റ് പോലും അവർ നിർത്താതെ, 1 മിനിറ്റ് പോലും അവർ ശ്രദ്ധിക്കുക. അവരാദ്യമായിട്ടാണ് ഞങ്ങളോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പോലും ആ ആത്മാവിൽ ആ സ്വരം മാറുന്ന, ശബ്ദം മാറുന്ന, ആരാധന മാറുന്ന ആ രീതി മനസ്സിലാക്കി ആ പാട്ട് നല്ല അത്രയും ഹൈ പിച്ചിൽ കയറിയ പാട്ട് ഒരു ശബ്ദമിടറാതെ ഒരു ആരാധന കുഞ്ഞുങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അവിടെ ഞാൻ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നവരോടും ഞാൻ ഇന്ന് പറയും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടും. നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ വരണം, കർത്താവായി ക്രിസ്തു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ മാംസം ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ പ്രേരിപ്പിക്കുമ്പോൾ ആ പ്രേരണകളെ അതിനെ പിൻപറ്റിക്കൊണ്ട്, അതിനെ അനുസരിച്ച്, വചനത്തെ അനുസരിച്ചുകൊണ്ട് വലിയ പ്രാർത്ഥനാ ചൈതന്യത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങാം. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി 1 ദൈവത്തെ അറിയുക, 2 ദൈവത്തെ കേൾക്കുക, 3 ദൈവത്തെ അനുസരിക്കുക.